നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ടത് യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, US മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ ഏഷ്യൻ സൈഡിൽ നിന്ന് ചൈനീസ് മാർക്കറ്റ് 3.2% ഒരു റാലി. ചൈന മാർക്കറ്റ് ഈ ഒരു വർഷത്തിൻ്റെ സ്പാനിൽ നടത്തിയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് ഇന്നലെ നടത്തിയത്. ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് കമൻറ്റാണ് ചൈനീസ് മാർക്കറ്റ് റാലി രേഖപ്പെടുത്താനായിട്ട് കാരണം. ഇത് US മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അലിബാബ എന്ന് പറയുന്ന ചൈനീസ് കമ്പനി 7% റാലി രേഖപ്പെടുത്തി. US മാർക്കറ്റും ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു അപ്പാണ് എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഓരോരോ പോയിൻറ്റുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് നോക്കാം. ഇന്നലെ 63% അവരുടെ ഷോർട്ട് പൊസിഷൻ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 76-ലും 78-ലൊക്കെ ഉണ്ടായിരുന്ന ഷോർട്ട് പൊസിഷനാണ് പതിയെ അവർ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ ലോങ് പൊസിഷൻ 37-ലേക്ക് ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് FISൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ പോകാം. US വിക്സ് ഇന്നലെ ഏകദേശം ഒരു 1.5% ഒരു ഫോൾ ഉണ്ടാക്കി, 11.87. നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, ഡോയും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് നമ്മൾ കണ്ടു. ബിറ്റ്കോയിൻ 500 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി 43,100. MOX റഷ്യൻ മാർക്കറ്റ്, FTSE UK മാർക്കറ്റ്, CSE 40 ഫ്രാൻസ് മാർക്കറ്റ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ളത് ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റാണ്. നിക്കി, കോസ്പി, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റാണ്. ബ്രന്റ് ഓയിൽ നമ്മൾ കണ്ടു. ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $235 തിരികെ വരുന്നുണ്ട് പെർ ഔൺസ് എന്ന നിലയിലേക്ക്. ഇനി നമുക്ക് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 1.5%, വിപ്രോ 3%, കൂടാതെ തന്നെ HDFC ബാങ്ക് 1% റാലി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. നിഫ്റ്റി നോക്കാം. യെസ്റ്റർഡേ ക്ലോസ്, Y ക്ലോസ് എന്നിട്ടിട്ടുണ്ട് ഞാൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സസിൽ ട്യൂസ്ഡേ 6 ഫെബ്രുവരി 15:45, അതായത് ഏകദേശം 3:45, 3:30 നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ആ ഒരു സമയത്ത്, ആ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി 22,000-ൽ നിന്ന് 22,121 റേഞ്ചിലേക്ക് നിഫ്റ്റി ഉയർന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയാണ്, അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. 48,700 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. 46,000, 46,600, കൂടാതെ തന്നെ 47,000 ഹയർ കോൾ റൈറ്റിംഗ് ഉണ്ടായിരുന്നത്. PCR 0.7 പക്ഷേ നിഫ്റ്റി ഇത്ര അധികം അപ്പായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്നലെ നിഫ്റ്റി ഉയർന്നു, ബാങ്ക് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയില്ല. നിഫ്റ്റി ഏകദേശം ഒരു 197 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേൺ ആയിരിക്കുമോ എന്നുള്ളത് വാച്ച് ചെയ്യുക. അതല്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഷോർട്ട് കവറിങ് സാധ്യതകളൊക്കെ ഉണ്ടാകാം. നിഫ്റ്റി നോക്കാം. 21,929 നിഫ്റ്റിയുടെ PCR 1 ഉണ്ടായിരുന്നത്. ആ PCR സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് നിഫ്റ്റിയിലും നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോണുകളായിട്ടുള്ള 21,800 അല്ലെങ്കിൽ 21,700, 21,500 റേഞ്ചുകൾ സപ്പോർട്ട് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ്, ഏറ്റവും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എല്ലാം തന്നെ അത് ലോസ് ബുക്ക് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ബിൽഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിനേക്കാൾ നിഫ്റ്റിയിൽ, അതായത് ഷോർട്ട് കവറിങ് സാധ്യതകൾ നിഫ്റ്റിയിൽ കൂടുതലാണ്. ഇൻ കേസ് ആ ഒരു നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു അപ്സൈഡ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനാണ് 100 പോയിൻ്റ് ഉയർന്ന മാർക്കറ്റ് അടുത്ത ഒരു 5 മിനിറ്റിൽ ഫോളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിഫ്റ്റിയിൽ കാണുന്ന ആ ഒരു മൊമെൻറ്റം അത് നമ്മുടെ മാർക്കറ്റിൽ അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നോ സസ്റ്റെയിൻ ചെയ്യണമെന്നോ ഒന്നും ഒരു നിർബന്ധവും ഇല്ല. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്കുള്ള മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. റിസൾട്ട് കാലഘട്ടം ആണ്. മിഡ് ക്യാപ് കമ്പനീസിനെ സംബന്ധിച്ച് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ടാറ്റ കൺസ്യൂമർ, പവർ ഗ്രിഡ്, നെസ്ലെ, ലുപ്പിൻ, മണപ്പുറം, അപ്പോളോ ടയേഴ്സ്, അശോക് ബിൽഡ്കോൺ, ബോറോസിൽ റിന്യൂവബിൾ, കുമിൻസ് ഇന്ത്യ, ജനറൽ ഇൻഷുറൻസ്, JK പേപ്പർ, പേജ്, പരാഗ് മിൽക്ക് ഫുഡ്, ശോഭ റിയാലിറ്റി, ട്രെൻഡ്, സുവാരി അഗ്രോ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. മറ്റുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് IPO
ഇന്ന് 2 IPOs ഉണ്ട്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സമയത്ത് കുറച്ച് ന്യൂസുകൾ നമ്മൾ ടെലഗ്രാമിലുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെർച്ച് ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല. FISൻ്റെ കാര്യത്തിലേക്ക് വരാം. FISന് ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള അവരുടെ ആക്ടിവിറ്റീസ് കണ്ടു. ഇനി ക്യാഷ് മാർക്കറ്റിലെ FIS ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടിയും 2 ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ അവർ ബൈയിങ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെയും 92 കോടി രൂപയുടെ ബൈ. DISും ഇന്നലെ ബൈ നടത്തി. 1092 കോടി രൂപയുടെ ബൈ നടത്തി. ഇന്നലെ FIS ബൈ നടത്തിയപ്പോൾ DIS പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു, മീൻസ് മെനിഞ്ഞാന്ന്. എന്നാൽ ഇന്നലെ ഇരു ഭാഗങ്ങളും ഇരു ധനകാര്യ സ്ഥാപനങ്ങളും ബൈയിങ് മോഡിലാണ് ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ഇന്നത്തെ ലൈം ലൈറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വാർത്തകൾ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസുകളാവാം. ഇതൊരിക്കലും ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. മാർക്കറ്റിൽ വിപണിയിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഉള്ളൂ. ബ്രിട്ടാനിയ ഇന്ത്യയുടെ ലീഡിംഗ് ആയിട്ടുള്ള FMCG കമ്പനിയാണ് ബ്രിട്ടാനിയ. നെറ്റ് പ്രോഫിറ്റ് 40% ഇടിഞ്ഞ് 556 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ കമ്പനി 932 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയതായിരുന്നു. Paytm ഇപ്പോൾ ചർച്ചകളിൽ എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു കമ്പനിയാണ് Paytm ഇന്നലെയും ലോവർ സർക്യൂട്ട് ടച്ച് ചെയ്തിരുന്നു. എന്നാൽ ലോവർ സർക്യൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 3.5% ഒരു റിക്കവറി നടത്തി. Paytmൻ്റെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇവരുടെ QR കോഡ് പേയ്മെൻറ്റ്, സൗണ്ട് ബോക്സ് ട്രാൻസാക്ഷൻ, ഷോപ്പിലെല്ലാം തന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്ന സൗണ്ട് ബോക്സ്, കാർഡ് മെഷീൻ, അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ഇവരുടെ പ്രവർത്തനങ്ങളും ഒരു തടസ്സങ്ങളില്ലാതെ പ്രവർത്തനം തുടരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നൈക്ക ലീഡിംഗ് ആയിട്ടുള്ള ഫാഷൻ ബ്യൂട്ടി കമ്പനിയാണ് നൈക്ക. നെറ്റ് പ്രോഫിറ്റ് വന്നു. 97% അറ്റാദായത്തിൽ വർധനവ് രേഖപ്പെടുത്തി 16 കോടി രൂപ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. IPOയിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസും ജാന IPOയുടെയും IPOs ഇന്ന് ഓപ്പൺ ആവുന്നുണ്ട്. പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, ചെക്ക് ചെയ്യാം. ബർജർ പൈൻ്റെ നെറ്റ് പ്രോഫിറ്റ് 49% ഉയർന്ന് 300 കോടി രൂപ കരസ്ഥമാക്കി. ലുപ്പിൻ, ബയോകോൺ രണ്ടും ഫാർമ സെക്ടറിലുള്ള ലീഡിംഗ് കമ്പനിയാണ്. 2 കമ്പനിക്കും അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. കൊടാക് മഹേന്ദ്ര ബാങ്കിന് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI ഈ ഒരു സൂറിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടാക് മഹേന്ദ്ര ബാങ്കിൻ്റെ കൊടാക് മഹേന്ദ്ര ജനറൽ ഇൻഷുറൻസിൽ 70% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അപ്രൂവൽ കൊടുത്തു. NLC ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 250 കോടി രൂപ. കഴിഞ്ഞ തവണ 406 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. ഗോദാവരി പവർ 140 നിന്ന് 229 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ONGC ടോട്ടൽ എനർജിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഡൈനാകോൺ സിസ്റ്റം കമ്പനിക്ക് 214 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ്മാൻ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.